ദുബായ് സെക്സ് റാക്കറ്റ് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട് സ്വദേശി ബിലാൽ എന്ന എസ് ശ്രീകുമാറാണ് അറസ്റ്റിലായത്. മോഡലിംഗ് കെണിയുവയ്ക്ക് യുവതികളെ ദുബായിലെത്തിച്ച് ലൈംഗിക വൃത്തിക്ക് നിർബന്ധിക്കുന്ന അന്തർദേശീയ റാക്കറ്റിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സെക്സ് റാക്കറ്റിലെ പ്രധാനിയാണ് ബിലാൽ. കേസിൽ അറസ്റ്റിലായ മറ്റു പ്രതികളെല്ലാം ഇയാളുടെ നമ്പർ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്നത് ബിലാലിക്ക എന്ന പേരിലാണ്. ചാരുമൂടിനടുത്ത് കണ്ണനാംകുഴിയിലാണ് ഇയാളുടെ വീട്. ഇപ്പോൾ താമസിക്കുന്നത് കൊച്ചി കടിയമ്പുഴയിലെ ഫ്ളാറ്റിൽ. കഴിഞ്ഞ ദിവസം കേസിലെ ഒന്നാം പ്രതി സിന്ധു അറസ്റ്റിലായിരുന്നു. സിന്ധുവിൽ നിന്നാണ് ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചത്. തുടർന്ന് ഇയാളെ ഫ്ളാറ്റിലെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പരാതി നൽകിയ യുവതിയുമായി ആദ്യം ആശയവിനിമയം നടത്തിയത് ബിലാലാണ്. യുവതിയുടെ വീട്ടിലെത്തി ദുബായിൽ മികച്ച അവസരങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുത്തി. പിന്നീട് ഈ കേസിലെ മൂന്നാം പ്രതിയെയും പരാതിക്കാരിയെയും സിന്ധുവിന് പരിചയപ്പെടുത്തി. പരാതി നൽകിയ പെൺകുട്ടിയെ ദുബായിലേക്ക് കൊണ്ടുപോയത് ഫെബ്രുവരി 20-നാണ്. ബിലാലും ഇനി കേസിൽ അറസ്റ്റിലാകാനുള്ള രണ്ടാം പ്രതി ഷംലയും മഞ്ജിമയും പരാതിക്കാരിക്കൊപ്പമുണ്ടായിരുന്നു. ദുബായിലെത്തിക്കുന്ന പെൺകുട്ടികൾക്കനുസരിച്ച് ബിലാലിന് കമ്മീഷൻ ലഭിച്ചു. സിന്ധുവാണ് ഇക്കാര്യം പോലീസിനോട് സമ്മതിച്ചത്. സിന്ധുവിന്റെ അക്കൗണ്ടിൽ നിന്ന് പല തവണയായി ബിലാലിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ശ്രീകുമാർ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന വിവരവും പുറത്തു വന്നു. പരാതിക്കാരിയെ മാത്രമല്ല നിരവധി യുവതികളെ ദുബായിൽ എത്തിച്ചതായും പോലീസ് പറയുന്നുണ്ട്. ഇയാളുടെ മൊബൈലിൽ നിന്ന് നിരവധി പെൺകുട്ടികളുടെ ഫോട്ടോകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വമ്പൻ സെക്സ് റാക്കറ്റിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മോഡലിംഗിന്റെ മറവിലാണ് മലയാളി പെൺകുട്ടികളെ വിദേശ സെക്സ് റാക്കറ്റിന് കൈമാറിയത്. പിന്നീട് ഈ പെൺകുട്ടികൾ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനാണ് വിധേയരായത്. കേസിലെ മുഖ്യപ്രതി സിന്ധുവിനെ പോലീസ് പിടികൂടിയിരുന്നു. നിലവിൽ സിന്ധു ഉൾപ്പെടെ 4 പേരാണ് പോലീസിന്റെ പിടിയിലായത്. ദുബായിൽ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന സിന്ധുവിന് പുറമെ തിരുവനന്തപുരം സ്വദേശിനി അലീന എബ്രഹാം, പൊന്നാനി സ്വദേശിനി മഞ്ജിമ എന്നിവരാണ് പിടിയിലായത്. മുംബൈയിൽ വെച്ചാണ് സിന്ധു പിടിയിലായത്. മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് സിന്ധുവിനെ പോലീസ് പിടികൂടിയത്. ഗുരുവായൂർ സ്വദേശിനിയാണ് 56-കാരിയായ സിന്ധു. ദുബായിലെത്തിയ യുവതികൾ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനാണ് ഇരയായത്. പുറം ലോകം കാണിക്കാതെ 1 മാസത്തോളം യുവതികളെ പൂട്ടിയിട്ടു. ലഹരി നൽകിയ ശേഷമാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇവരെ വിധേയരാക്കിയത്.